ഇപ്പം കണ്ടില്ലേ, നമ്മൾ വളരെ നല്ല രീതിയിൽ കത്തുന്നുണ്ട്, ശകലം പോലും പുകയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരന് ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണ് എന്നുള്ളതാണ്. എനിക്ക് ഒരു പേരക്കുട്ടി ഉണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റത്തെ പറ്റി ചിന്തിച്ചത്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇത് നിർമ്മിക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയും ഇതിന് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൊറിയറായിട്ട് അയക്കുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും വിധത്തിൽ തുരുമ്പെടുക്കുകയോ ഡാമേജ് വരുവാണെങ്കിൽ പകരം ഞങ്ങൾ റീപ്ലേസ് ചെയ്യുന്നതാണ്. എൻ്റെ പേര് സണ്ണി എന്നാണ്. ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി. ഇതിനോടകം തന്നെ ഏതാണ്ട് 750 യൂണിറ്റുകൾ ഞങ്ങൾ വിറ്റിട്ടുണ്ട്. ഇത് പലരും വാങ്ങിച്ചവർ തന്നെ റെക്കമെൻഡ് ചെയ്താണ് പലരും ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. വാങ്ങിച്ചവരെല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു നല്ല സെയിൽ ഞങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരടുത്ത് പാറോളിക്കൽ എന്ന സ്ഥലത്താണ്. ഇത് ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് നേരിട്ട് വാങ്ങാം, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഞങ്ങൾ കൊറിയർ വഴി അയച്ചു തരാം. കൊറിയർ ചാർജ് എക്സ്ട്രാ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കുന്നതിന് ആദ്യമായിട്ട് ഇതുപോലെയുള്ള ഉണങ്ങിയ കരികിലേക്ക് നനവുണ്ടാകരുത്. നനവുണ്ടെങ്കിൽ പുക വരുവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ, വേസ്റ്റ് പേപ്പറുകൾ, അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ 1-2 ചിരട്ട ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു പത്രപ്പേപ്പർ ചുരുട്ടി അതിൽ കത്തിച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. ഈ ഡയപ്പർ ഉപയോഗിച്ച ഡയപ്പറാണ്, വളരെ നനഞ്ഞ ഡയപ്പറാണ്. ഈ ഡയപ്പർ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കമ്പിയിൽ കോർക്കോ അങ്ങനെ വല്ല കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം, ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ വളരെ നല്ല രീതിയിൽ കത്തുന്നുണ്ട്, ശകലം പോലും പുകയില്ല. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും പരിസരത്ത് എവിടെ വേണമെങ്കിലും വെച്ചാൽ പുകയോ മണമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അയൽവാസികളുടെ പരാതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സ്റ്റെയിൻലെസ് സ്റ്റീല് ചൂടാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ മാറും. പക്ഷേ കളർ മാറിയത് കൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും ഡാമേജോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിക്കുകയില്ല. ഒരു ബ്രൗൺ കളർ വരുവാൻ എന്ന് മാത്രമേ ഉള്ളൂ. 2 ഡയപ്പറാണ് ഇതിനകത്ത് കത്തിച്ചത്. നമുക്ക് കുട്ടികളുടെ ആണെങ്കിൽ ഒരേ സമയം 5-6 ഡയപ്പർ കത്തിക്കാൻ പറ്റും. പ്രായം ചെന്നവരുടെ ആണെങ്കിൽ 2-3 ഡയപ്പർ കത്തിക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒന്ന് കമഴ്ത്തി നോക്കാം. ഏതാണ്ട് 10-15 മിനിറ്റ് കൊണ്ട് ഇത് പൂർണ്ണമായും കത്തിത്തീർന്നു. നമ്മൾ 2 ഡയപ്പറാണ് ഇപ്പോൾ ഇതിനകത്ത് കത്തിച്ചത്. അതിൻ്റെ ജെല്ലുൾപ്പെടെ പൂർണ്ണമായിട്ടും തേപ്പുകൾ പോലെ കത്തിത്തീർന്നിരിക്കുകയാണ്. ഇത് ചാരമായിട്ട് തീർന്നിരിക്കും. ഇത് പലരുടെയും ഭയം ഇത് പൂർണ്ണമായിട്ട് കത്തിത്തീരുവോ, അല്ലെങ്കിൽ ഇതിനെ കത്താനായിട്ട് ഇതിനെ സഹായിക്കാൻ വേണ്ടി പെട്രോളോ ഡീസലോ ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുമോ. ഇതിനൊന്നും ആവശ്യം വന്നില്ല. നിങ്ങൾ തന്നെ കണ്ടതാണ്. 2 ഡയപ്പർ നമ്മളിട്ട് കത്തിച്ച് ഇത് പൂർണ്ണമായിട്ടും കത്തി ഒട്ടും ജെല്ലോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവസാനം ചാരം മാത്രമാണ്. പ്രധാനമായിട്ടും നമുക്ക് 5 മോഡലുകളാണുള്ളത്. ഇതാണ് ബേസ് മോഡൽ. ഇത് തറയിൽ വെച്ച് കത്തിക്കുന്ന മോഡലാണ്. ഇതിൻ്റെ ഹൈറ്റ് 1.5 അടിയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡിൽ വെച്ചും വേണം ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത മോഡൽ എന്ന് പറയുന്നത് 2 അടി ഹൈറ്റ് ഉള്ളതാണ്. ഇതാകുമ്പം കുറേയും കൂടി നമുക്ക് ഡയപ്പർ കൂടുതലെണ്ണം ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്കിതുപോലെ തറയിൽ വെച്ചും കത്തിക്കാൻ സ്റ്റാൻഡിൽ വെച്ചും ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഇതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു ഗ്രില്ലുണ്ട്. കൂടാതെ ഇതിനൊരു അടപ്പുണ്ട്. അത് ഇതിൽ കൂടെ നമുക്ക് ചാരം പുറത്തേക്ക് ഇതുപോലെ തോണ്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ടോപ്പ് മോഡൽ. ഇതിനാകുമ്പോൾ സ്റ്റാൻഡും ഉണ്ട്. ഇതുപോലെ സൈഡിൽ ഒരു ഡോറുണ്ട്. ഈ ഡോറിൽ കൂടെ നമുക്ക് ചാരം പുറത്തേക്ക് ഇതുപോലെ ഈ സാധനം ഉപയോഗിച്ച് എടുക്കാൻ പറ്റും. കുനിഞ്ഞ് നിൽക്കാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉപയോഗിച്ചതിന് ശേഷം മഴവെള്ളം വീഴാതെ അടച്ചു വെക്കുന്നതിന് ഇതിന് അടപ്പും കൂടിയുണ്ട്. ഇതിനകത്തൊരു ഗ്രില്ലും കൂടിയുണ്ട്. അതുകൊണ്ട് ഡയപ്പർ ഏതെങ്കിലും പോർഷൻ കത്താതെ അവശേഷിച്ചാൽ ഈ ഗ്രില്ലിൽ കിടന്നോളും. പിറ്റേ ദിവസത്തിൽ ഈ ട്രമ്മിൻ്റെ ചൂട് കൊണ്ട് അത് പൂർണ്ണമായിട്ടും കത്തിപ്പോയിക്കോളും. ആവശ്യക്കാരുടെ സൗകര്യം അനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് ചെയ്യാൻ വിധം ഇതിൻ്റെ ടോപ്പ് മോഡലാണ്. ഇതിന് 2.5 അടി ഹൈറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്ററും വലിപ്പം കൂടുതലുണ്ട്. 1.5 അടി ഡയമീറ്ററുണ്ട്. ഇതിനകത്ത് കൂടുതൽ വേസ്റ്റ് നമുക്ക് കത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനൊരു അടപ്പും കൂടിയുണ്ട്. ഈ അടപ്പ് മഴവെള്ളം വീഴാതെ അടച്ചു വെക്കുവാനും സാധിക്കും. ഇതിനെ ഇതുപോലെ തന്നെ നമുക്ക് ചാരം പുറത്തേക്ക് എടുക്കുവാനായിട്ട് ഡോർ സംവിധാനമുണ്ട്. ഇതിൽ കൂടെ നമുക്ക് ചാരം പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. എല്ലാ മോഡലിൻ്റെ കൂടെയും ഈ ഒരു കമ്പിയുണ്ട്. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഗ്രില്ലുള്ള മോഡലിന് ചാരം എടുക്കാൻ വേണ്ടി ഇതുമുണ്ട്. ഇത് പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ, അതും 304 ഗ്രേഡിൽപ്പെട്ട സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും തുരുമ്പെടുക്കത്തില്ല. തുരുമ്പെടുക്കാത്തത് കൊണ്ട് നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതിന് 1 ഇയർ വാറണ്ടിയുണ്ട്. ബേസ് മോഡൽ തറയിൽ വെച്ച് കത്തിക്കുന്ന മോഡലിന് 5500 രൂപയാണ്. സ്റ്റാൻഡ് വേണമെങ്കിൽ 1500 രൂപ എക്സ്ട്രാ വരും. ഇത് അടുത്ത മോഡലാകുമ്പോഴത്തേക്ക് അതിൻ്റെ വില 6500 രൂപയാണ്. അതിനും ഇതുപോലെ സ്റ്റാൻഡ് വേണമെങ്കിൽ 1500 രൂപ എക്സ്ട്രാ വരും. ഇനി ഗ്രില്ലുള്ള ബേസ് മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് 10000 രൂപ കോസ്റ്റ് വരും. ടോപ്പ് മോഡൽ ഇതിന് 12500. ഇതിനെല്ലാം കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള
വലിപ്പം കൂടിയ മോഡലിന് 20,000 രൂപ വരും. അടപ്പുൾപ്പെടെയാണ്. 5ഉം 10ഉം സെന്റിലും താമസിക്കുന്നവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഉപയോഗിച്ച കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡൈപ്പർ, സാനിറ്ററി പാഡ് എന്നിവ നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരു ശാശ്വത പരിഹാരമാണ് സൺമാക്സ് ഇൻസിനറേറ്റർ. പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ, അത് 304 ഗ്രേഡിൽപ്പെട്ട സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഒട്ടും തുരുമ്പെടുക്കാത്തതിനാൽ വളരെക്കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇതിന് ഇന്ധനമായിട്ട് വേണ്ടത് ഉണങ്ങിയ കരികിലയോ അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പറുമാണ്. കരികിലേക്ക് നനവുണ്ടാകരുത്. കരികിലേക്ക് നനവുണ്ടെങ്കിൽ പുക ഉണ്ടാകും. ഇതിന് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും കത്തിത്തീരുന്നതാണ്. പുകയോ മണമോ ഒന്നും ഇല്ലാത്തതിനാൽ ഇതിൻ്റെ വീടിൻ്റെ പരിസരത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് ഉപയോഗിക്കാം. അയൽവക്കക്കാർക്ക് യാതൊരുവിധ ശല്യമോ ഉണ്ടാകത്തില്ല. ഇതിൻ്റെ വീടിൻ്റെ ടെറസ് വേണമെങ്കിലും ഉപയോഗിക്കാം. കൊറിയറായിട്ട് അയക്കുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായപ്പോഴേക്ക് ദിവസം 5 വാരം ഡൈപ്പർ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. അത് നശിപ്പിച്ച് കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാർക്കറ്റിലുള്ള ഇൻസിനറേറ്ററിൻ്റെ വില അന്വേഷിച്ചപ്പോൾ അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ വിലയ്ക്ക് മേടിച്ച് ഇങ്ങനെ ഡൈപ്പർ കത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇത് നിർമ്മിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നിന്നാണ് ഞാനിങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയും വളരെ നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരു ഇൻസിനറേറ്റർ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്.